അപ്പോൾ നമ്മുടെ സെൻസസ് ഡ്യൂട്ടി ഇന്ന് മുതൽ തുടങ്ങുകയാണ്. എത്രയും പെട്ടെന്ന് നല്ല ഭംഗിയായിട്ട് നമുക്ക് തീർക്കണം. ഓക്കെ. എന്നാലും എൻ്റെ അമൃത ടീച്ചറെ ഈ പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ടീച്ചറിന് ലീവ് എടുത്ത് വീട്ടിലെങ്ങനെ ഇരിക്കരുതോ? എന്റെ ആഗ്രഹം തന്നെ ഓടിപ്പോവാ, ലേബർ റൂമിൽ കയറുക, പ്രസവിക്കുക, പിറ്റേ ദിവസം ഒരു ജോലിക്ക് പോകണം. അത് ശരിയാ. അല്ലെങ്കിലും വെറുതെ ഇരിക്കുക എന്നുള്ളത് അമൃത ടീച്ചറുടെ നിഘണ്ടുവും ഇല്ലാത്ത വാക്കാണ്. എന്റെ സാറേ, ഒരു അത്ലറ്റായി എനിക്ക് അടങ്ങിയിരിക്കാനേ പറ്റത്തില്ല. അറിയാം. അതെന്തേലും ആട്ടെ. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഓരോ ഏരിയ തിരിഞ്ഞ് കവർ ചെയ്യാം. ഓക്കെ. കറക്റ്റ് 1 മണിയാവുമ്പോൾ ഇവിടെ തന്നെ വരണം. ബാക്കി നമുക്ക് അപ്പം തീരുമാനിക്കാം. ഓക്കെ. ഓക്കെ മാഡം, സെൻസസ് എടുക്കാൻ വന്നായിരുന്നേ. ഗൃഹനാഥന്റെ പേരെന്ന് പറയാവോ? തുളസി. മാഡം, ഗൃഹനാഥന്റെ ലിംഗം? ദേ വീട്ടിൽ കയറി വന്ന് അനാവശ്യം പറഞ്ഞാണല്ലോ, ചൂലെടുത്ത് ഞാൻ അടിച്ചോടിക്കും. പറഞ്ഞേക്കാം. അയ്യോ മാഡം, അതല്ല. ഈ തുളസി എന്ന പേരായതുകൊണ്ട് ഗൃഹനാഥൻ ആണാണോ പെണ്ണാണോ എന്നൊരു ഡൗട്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ഡോ തുളസീധരൻ അങ്ങേരെ നല്ല 1-ാം തരം ആണാ. ആദ്യത്തെ തന്നെ വള്ളിയാണല്ലോ. സാറേ ഈ കക്കൂസൊക്കെ 2-3 ദിവസമായി പ്രശ്നമാ മോനെ. എന്ത്? അല്ല, ഈ കക്കൂസിപ്പാന് വയറിനൊക്കെ എന്തോ ഒരു അസ്വസ്ഥത പോലെ. അയ്യോ സാറേ, അതല്ല, വീട്ടിൽ കക്കൂസൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചതാ. ഓ ഉണ്ട്. എൻ്റെ മോൻ എല്ലാ റൂമിലും ഓരോ കക്കൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് മാത്രം ഒരു പഞ്ഞമില്ല. അപ്പൊ ഇവിടെ വേറെ ആരും ഇല്ലേ? വേറെ ആരും ഇല്ല മോളെ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പൊ വിവരങ്ങളൊക്കെ പറഞ്ഞു തന്നതിന് നന്ദി. ഞാൻ അങ്ങോട്ട്. നന്ദി മോള് കൈ വെച്ചു. മോൾ എനിക്കൊരു ഉപകാരം ചെയ്തു തരാമോ? എന്താ അച്ഛാ? ഈ ചങ്ങല ഒന്ന് അഴിച്ചു തരാമോ? ഇവരെല്ലാം കൂടെ എന്നെ ചങ്ങല പൂട്ടിയിട്ടേക്കോ ഇവിടെ. ചങ്ങലയോ? ആ മോള് പോയല്ലേ, ഇങ്ങ് വന്നേ. ചേട്ടോ ആരെ? സെൻസസ് എടുക്കാൻ വന്നതാ. ഒരു 60 കൂടെ എടുത്തു. ടച്ചിങ്സ് വല്ലതും ഉണ്ടെങ്കിൽ അതും കൂടെ. ചേട്ടാ മദ്യമല്ല, സെൻസസ്. അതെന്തോന്നാ? ഓ, ഇവിടെ വേറെ ആരും ഇല്ലയോ? എന്റെ ഭാര്യയുണ്ട്, പക്ഷേ അവള് ജോലിക്ക് പോയേക്കുക. അപ്പൊ ചേട്ടനോ? ഓ, നമ്മുടെ ജോലി ഇതൊക്കെ തന്നെ അല്ലേ അനിയ. വീട്ടുകാരെങ്കിലും ഒന്ന് പറയാമോ? എഴുതിക്കോ. ബിവറേജസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. പോയിട്ട് പിന്നെ വരാം, അതാ എന്റെ ആരോഗ്യത്തിന് നല്ലത്. അപ്പൊ ശരി. അവിടെ നിന്നേ, എന്റെ പൊന്നനിയെ നീ ഇവിടം വരെ വന്നതല്ലേ, ഒരു പൈനുള്ള കാശ് തന്നിട്ട് പോയാ മതി. ഒന്ന് പോയാട്ടോ അവിടെ. ചേട്ടാ, സെൻസസ് എടുക്കാൻ വന്നതായിരുന്നു. ഇത് പുറത്ത് കുളിമുറി ഉണ്ടോ നോക്കിയതാ. ഇതിനകത്ത് ആളുണ്ടെന്ന് അറിഞ്ഞില്ല. ആളുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ അറിയിച്ചു തരാടാ. നിക്കുന്നവിടെ സാറെന്താ അണയ്ക്കുന്നേ? ഞാന് ഒന്ന് എക്സസൈസ് ചെയ്യുവായിരുന്നു സാറേ. സാറിനെന്താ പറ്റി? സാറെന്താ ഓടി വന്നേ? ഒരു പട്ടിയിട്ട് ഓടിച്ചതാ, വായത്തിന് രക്ഷപ്പെട്ട്, കടിച്ചില്ല. അല്ല, കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലയോ? എല്ലാം ഓക്കെ. അത് കേട്ടാ മതി. നമ്മുടെ അമൃത ടീച്ചറിനെ കാണുന്നില്ലല്ലോ. അയ്യോ ശരിയാണല്ലോ, അമൃത ടീച്ചർ എന്ത് ചെയ്യും? ഒന്ന് വിളിച്ചു നോക്കാം. പറഞ്ഞ നാക്കെടുത്തില്ല, അപ്പോഴത്തേക്ക് അമൃത ടീച്ചറിന്റെ കോള്. ഹലോ സാറല്ലേ? അതെ, ഞാനേ അമൃത ടീച്ചർ സെൻസസിന് വന്ന വീട്ടിൽ നിന്ന് വിളിക്കുക. അമൃത ടീച്ചർ എന്ത് ചെയ്യേ? ടീച്ചർ ചെറുതായിട്ടൊന്ന് പ്രസവിച്ചു. സാറേ, എന്റെ വീട്ടിലെത്തിയപ്പോഴാ ടീച്ചർക്ക് പെയിൻ തുടങ്ങിയത്. ഭാഗ്യത്തിന് ഞാനൊരു നേഴ്സാ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊന്നും സമയം കിട്ടിയില്ല. അതിനു മുമ്പ് കാര്യം കഴിഞ്ഞു. പേടിക്കൊന്നും വേണ്ട, അമ്മയും കുഞ്ഞ് സുഖമായിരിക്കുന്നു. എന്തായാലും നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങളുടെ ലൊക്കേഷൻ ഒന്ന് വാട്സപ്പ് ചെയ്യേ, ഞങ്ങൾ അങ്ങോട്ട് വരാം. ഓക്കെ. എന്നാലും എന്റെ പ്രസീദ് സാറേ, ടീച്ചറിന്റെ ആഗ്രഹം പോലെ തന്നെ എനിക്ക് സാധിച്ചല്ലോ. ഓടിച്ചെന്ന് പ്രസവിച്ച് ലേബർ റൂം വരെ എത്തിയില്ലെന്നേ ഉണ്ട്. അത് മാത്രമാണോ സാറേ? ടീച്ചർ ഇന്ന് പോലെ വൈറലല്ലയോ? എന്റെ സാറേ, സെൻസസ് ഡ്യൂട്ടിക്കിടെ പ്രസവിച്ച ആദ്യത്തെ അധ്യാപിക, തൊഴിലിനോടുള്ള ആത്മാർത്ഥതയുടെ നിറകുടം, ഇതൊക്കെയല്ലേ ഇന്നത്തെ ഫ്ലാഷ് ന്യൂസ്. എന്തായാലും സാറ് വാ, നമുക്ക് പോയി അടുത്ത വള്ളി പിടിക്കാം. പിന്നല്ലാതെ.